ഈ ഒരു അവസരം കുട്ടികളോടൊക്കെ സംസാരിക്കാനും കാണാനും കുട്ടികളുടെ രക്ഷിതാക്കളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് അവസരം നൽകിയതിന് ഡോക്ടർ ജിബിൻ ലാലിനോടും ടീമിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. മെഡിക്കൽ പ്രൊഫഷൻ എന്ന ആ ഒരു റിമാർക്കബിൾ ചലഞ്ചിങ് പ്രൊഫഷനിലേക്ക് വിജയകരമായി ആദ്യത്തെ കാലെടുത്ത് വെച്ച നിങ്ങൾക്ക് ആദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളോട് പറയാനുണ്ട്. മെഡിക്കൽ ഫീൽഡിലേക്ക് ഞാനും ഇതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കാലെടുത്ത് വെച്ച കാലത്ത് ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഡോക്ടർ ജിബിൻ ലാൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് വേണം നിങ്ങൾ കരുതാനായിട്ട്. ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് മുഴുവൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ്, സ്പെഷ്യലിസ്റ്റുകളാണ്. നിങ്ങളിപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കണ്ട. സ്പെഷ്യലിസ്റ്റ് അതാവാതിരിക്കുക, അതൊന്നും നോക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ട് ആഗ്രഹിക്കേണ്ടത് ഒരു അടിസ്ഥാനപരമായിട്ടൊരു നല്ല ഡോക്ടറാവുക. നേരത്തെ നവ്യ നായർ പറഞ്ഞ പോലെ നല്ല മനുഷ്യനായ നല്ല ഡോക്ടറാവുക. അതിനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പാതയിലൂടെ അങ്ങനെ ഒരു നല്ല ഡോക്ടറാവാനുള്ള ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വിഷമം പിടിച്ച സന്ധികൾ നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡോക്ടർ എന്ന ഈ ഒരു പ്രൊഫഷൻ വിഷമം പിടിച്ചത് മാത്രമല്ല, വളരെയധികം സന്തോഷം തരുന്നതും കൂടിയാണ്. അത് നിങ്ങൾ ആദ്യം തന്നെ പോസിറ്റീവ് ആസ്പെക്ട്സ് നിങ്ങളത് മനസ്സിലാക്കുക. എത്ര പണം കിട്ടിയാലും കിട്ടാത്ത സന്തോഷമാണ് ഒരു രോഗി അവരുടെ കുടുംബം നിങ്ങളോട് നന്ദിയോട് കൂടിയിട്ട് നോക്കുക, നിങ്ങളുടെ കരം പിടിച്ചിട്ട് താങ്ക് യു ഡോക്ടർ എന്ന് പറയുക. ആ ഒരു അവസരമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് കോരിത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു ഡോക്ടർ എന്നുള്ളതിൽ ഞാൻ ഏറ്റവും അധികം കാക്ഷിക്കുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിലേക്കാണ്. ആ ഒരു അവസരത്തിൽ എത്തിച്ചേരാനാണ് കുട്ടികളായ നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ ആരോ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കുറുക്ക് വഴികൾ ഒട്ടും തന്നെ ഇല്ലാത്തൊരു കോഴ്സാണ് MBBS കോഴ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം ആരോഗ്യവും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല ഹെൽത്തി ഡോക്ടർ മാത്രമേ ഒരു ഗുഡ് ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഡോക്ടർക്ക് തന്നെ അസുഖം പിടിച്ചിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ചികിത്സിക്കുക? അപ്പം അതുകൊണ്ട് ആ സ്റ്റഡീസിൻ്റെയും വർക്കിൻ്റെയും ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. രണ്ടാമത്, ഒരിക്കലും എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്കൊട്ടും വിശ്രമിക്കാൻ സമയമില്ല എന്ന് പരാതിപ്പെടരുത്. നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എക്സ്ട്രാ ജോലി, തുടർച്ചയായിട്ട് ജോലി എടുക്കാനും പഠിക്കാൻ മാത്രമല്ല ജോലി എടുക്കാൻ തയ്യാറായിരിക്കണം. ഡോക്ടർ നാരായണൻകുട്ടി പറഞ്ഞ മാതിരി സമയം നോക്കിയിട്ടുള്ള പ്രൊഫഷൻ അല്ല ഇത്. 24 മണിക്കൂറും ഇതിന് റെഡി ആയിരിക്കണം നിങ്ങൾ. നേരത്തെ സിമ്പതിയെക്കുറിച്ചും എംപതിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എംപതി എന്നുള്ളതും, ഒരാളോട് തോന്നുന്ന ആ ഒരു ദയാ വായ്പിനെയാണ്, ആ താൽക്കാലികമായിട്ട് തോന്നുന്നതിനെയാണ് നമ്മൾ സിമ്പതി എന്ന് പറയാം. പക്ഷെ എംപതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലുള്ള ഫീലിങ്സിനെ അതോടൊപ്പം നമുക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ആ കഴിവിനെയാണ് എംപതി എന്ന് പറയുന്നത്. ഒരു രോഗചികിത്സയിൽ ഏറ്റവും പ്രധാനം മരുന്നും ശസ്ത്രക്രിയയുമല്ല. അവസാനം ആ രോഗിക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ആ നല്ല ഫീലിങ്ങിനെയാണ് ഏറ്റവും അധികം വില കൽപ്പിക്കപ്പെടുന്നത്. എപ്പോഴും നിങ്ങളിനി കോഴ്സിന് ജോയിൻ ചെയ്തു, ആദ്യത്തെ 1-2 കൊല്ലം അടിസ്ഥാനപരമായിട്ടുള്ള ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, മറ്റ് സംഗതികളൊക്കെ പഠിക്കും. ശരീരത്തിൻ്റെ സ്ട്രക്ചറും ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നതും ഒക്കെ അതാദ്യം പഠിച്ചാൽ മാത്രമേ ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് കേടുവന്നാൽ എങ്ങനെ നേരെയാക്കാം എന്നുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ 1-2 കൊല്ലം അതായിരിക്കും. 3-ാം കൊല്ലം തൊട്ട് നിങ്ങൾ രോഗികളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങും, രോഗികളുമായിട്ടുള്ള പെരുമാറ്റം തുടങ്ങും, രോഗികളായിട്ട് സംസാരിച്ച് തുടങ്ങും. നിങ്ങളൊരു ഫുൾ ഫ്ലെഷ് ഡോക്ടറായിട്ട് മാത്രം എംപതി കാണിച്ചാൽ പോരാ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും നിങ്ങൾ രോഗികളെ പരിശോധിക്കുമ്പോൾ ഒരു രോഗമുള്ള ആ രോഗം മാത്രമായിട്ട് കാണാതെ
മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പറയും അത് ഇന്ന കേസാണ്, അതൊരു ഹെമിപ്ലീജിയ കേസാണ്. അങ്ങനെ കേസുകളായിട്ട് ആൾക്കാരെ കാണാതെ നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായ പ്രേമവും പേടിയും പ്രതീക്ഷയുമുള്ള ഒരു മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കാൻ ഈ ആദ്യമായിട്ട് കാണുന്ന രോഗികളിലൂടെ തന്നെ നിങ്ങൾ ആ ശീലം ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഡോക്ടറാവും. ഇതിൽ കൂടുതൽ എനിക്കിതിന് പറയാനില്ല. നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഞങ്ങളുടെയൊക്കെ സഹായം ഉണ്ടായിരിക്കും. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.